तू शायर है, मैं हूँ तेरी शायरी, तू आशिक है, मैं हूँ तेरी ആഷിഖി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഗുഡ് മോർണിംഗ് മലയാളത്തിലാക്കാമെന്ന് കരുതി. കാരണം ഇത് ഹിന്ദിയിലാക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പരിഭ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിന് മുകളിൽ ഈ കാക്കകൾ പറക്കുവാണ്. അപ്പോൾ ലോകാവസാനമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത് ലോകാവസാനമല്ല. ഇത് ഇസ്രായേലിന് ഈശ്വരൻ നൽകുന്ന വാണിംഗാണ്. നെതന്യാഹുവിന് യുദ്ധം ഉപേക്ഷിക്കൂ, അമേരിക്കയോടും ഇസ്രായേലിനോടും നൽകുന്ന ഒരു വാണിംഗാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരത് ഉപേക്ഷിച്ചില്ല എങ്കിൽ ഇസ്രായേൽ ഒരു ശവപ്പറമ്പായി മാറും. അതായത് ഇസ്രായേലിലെ ജനങ്ങൾ എവിടെ ഒളിച്ചാലും ഈശ്വരൻ തകർക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ശവം പോലും മറവ് ചെയ്യാനായിട്ട് ആളുകൾ ശ്രമിക്കില്ല. ഇസ്രായേലിൽ അങ്ങനത്തെ ജനതയാണ്. അപ്പോൾ ശവങ്ങളെ എപ്പോഴും ഭൂമി വൃത്തിയാക്കേണ്ട പരിപാടി കാക്കകൾക്കാണ്. അവർ ശവങ്ങളെ കൊത്തി വലിക്കും. ഇസ്രായേലിൻ്റെ മുകളിൽ എത്രമാത്രം കാക്കകളുണ്ടോ അത്രമാത്രം ശവങ്ങൾ അവിടെ പുതിയും. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈശ്വരൻ തന്ന ലാസ്റ്റ് വാണിംഗാണ്. ഒന്നുമില്ലെങ്കിൽ യുദ്ധം ഉപേക്ഷിക്കാം. ഒരു രാജ്യത്തിന് മുകളിൽ യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഈ യുദ്ധം അവർക്ക് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ യുദ്ധം തുടരാം. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് തീരുമാനിക്കാം. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യുദ്ധം മൂലം ഈ 3 രാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല, സമ്പൂർണ്ണ രാഷ്ട്രത്തിനും ഇത് വിനാശമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഈശ്വരനെ പ്രാർത്ഥിക്കുക. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതെല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കുന്നതാണ് ഇതിൻ്റെ ഭവിഷ്യത്ത്. അപ്പോൾ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ക്രിസ്തീയ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇപ്പോൾ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അമേരിക്കൻ ജനതയെങ്കിലും രക്ഷിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അത്രയും വലിയൊരു ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ അമേരിക്കയിൽ ജനങ്ങളും ഇതിന് ബലിയാടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ കൊന്നൊടുക്കുകയാണ് 2 ഭ്രാന്തന്മാർ. ഇവരുടെ ഈ അത്യാഗ്രഹത്തിന് മുന്നിൽ ഈശ്വരൻ കൂട്ടുനിൽക്കില്ല. അത്യാഗ്രഹത്തിന് അതിൻ്റേതായ പണി ഈശ്വരൻ കൊടുക്കും. ഈശ്വരനാണ് കല്ലിപ്പൂണ്ട് താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഒരു കാര്യം ചെയ്യുക, പൂർണ്ണ രൂപേണ വേദപുസ്തകം എടുത്ത് പ്രാർത്ഥിക്കുക. ഈ യുദ്ധം ഒന്ന് നിർത്താനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഈശ്വരൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് നിർത്താൻ. എന്നിട്ടും ഇത് നിർത്തിയില്ലെങ്കിൽ വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോൾ ഹാപ്പി മോർണിംഗ്.